എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, എടുത്തു. ഇന്ന് മത്സരത്തിനുള്ള ഒരു സമയമല്ല, കാരണം ഒരുപാടുണ്ട്. ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ അപ്ഡേറ്റ്സ് ഇത് ശരിക്കും ഒരു എപ്പിസോഡിൽ തീരൂല. ശരിക്കും ഇന്നലെ വന്ന അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കിഴി കണ്ണപ്പ സിനിമയില് പ്രഭാസിന്റെ ലുക്ക് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. രുദ്ര കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ല. കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു തോന്നി, പക്ഷെ കൊള്ളാം. ക്യാരക്ടർ നെയിം രുദ്ര, അത് പൊളിച്ചു. അതെ, ശിവയുടെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ രുദ്ര അതിന് മുൻപ് ശിവന്റെ മറ്റൊരു പേരും കൂടിയാണ്. ഓക്കെ, അടുത്ത കിഴി. ഇത് നമ്മുടെ അറിവാണ് കേട്ടോ, ചിലപ്പോൾ മിക്കവാറും അത് അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നല്ലേ. അടുത്തത് സ്പിരിറ്റ്. അയ്യോ, പ്രഭാസ് അവിടെ വന്നാൽ ഇവിടെയും വരണം. ഓക്കെ, സ്പിരിറ്റ് സിനിമയിലെ 3 ക്യാരക്ടർ ലുക്കിൽ നമ്മുടെ പ്രഭാസ് വരും. ഓക്കെ, സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ പോലീസ് ലുക്കിലുള്ള ക്യാരക്ടറിൻ്റെ പരിപാടികളാണ് കേട്ടോ. ഇതിൽ മറ്റു ക്യാരക്ടേഴ്സ്, ഒന്ന് സ്റ്റുഡൻസിൻ്റെ ഒരു ലീഡറായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, പിന്നെ മറ്റൊന്ന് ഒരു പ്രൊഫസറായിട്ടുമുണ്ട്. അങ്ങനെ 3 ലുക്കിലാണ്. അടുത്തത് STR 49. അടിപൊളി. രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പോസ്റ്ററാണ്. മോസ്റ്റ് വാണ്ടഡ് സ്റ്റുഡന്റ്. അത് കറക്റ്റാണ്. കയ്യിലിരിക്കുന്ന പാഠപുസ്തകമല്ലല്ലോ, ബുക്കിനുള്ളിൽ കണ്ടോ ഒരു സാധനം. അടിപൊളി, നല്ല ലുക്കായിട്ടുണ്ട് സാധനം. ഓക്കെ, അടുത്ത കിഴി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നമ്മുടെ അമീൻ ചെയ്യുന്ന ക്യാരക്ടർ പേര് കുര്യൻ. ലുക്കൊക്കെ പൊളിസാണ്, നല്ല പേര് കേട്ടോ, കുര്യൻ. ആളെ ഇപ്പം അടുത്തേ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും. ഞാൻ എങ്ങനെ അത് മുഖത്ത് നോക്കി സംസാരിക്കാന്ന് ചോദിക്കുമ്പോഴേ ആള് തിരിഞ്ഞു നിന്ന് ബാക്ക് കൊടുത്തിട്ടൊരു ആക്ഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു. അടുത്തത് ആലപ്പുഴ ജിംഖാന. സിനിമയില് നസ്ലന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ക്യാരക്ടർ നെയിം ജോജോ ജോൺസൺ. സംഭവം പൊളിയായി, കിടില ലുക്കും പൊളിക്കാനുള്ളതാണ് മക്കളെ. ഏപ്രിൽ 10 റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഏപ്രിൽ 10 അല്ലേ? അത് ഏത് മാസം? ഏപ്രിൽ. അടുത്തത് നിതീഷ് സഹദേവൻ മമ്മൂട്ടി മൂവി. ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് 2 പോസ്റ്റ് വന്നിട്ടുണ്ട്. 2 പോസ്റ്റിൽ ഒറ്റ പോസ്റ്റ്, പക്ഷെ 2 ഫോട്ടോ. അതെ, അടുത്ത പടം കൂടെ സെറ്റായി. അതെ, അതങ്ങ് ഉറപ്പിച്ചു കേട്ടോ. ഫാലിമിക്ക് ശേഷം നിതീഷ് ചെയ്യുന്ന സിനിമ കേട്ടോ. സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ വാഴ സിനിമയിൽ അർജുനോ അല്ല അനുരാജ്. അടുത്തത് ആഭ്യന്തര കുറ്റവാളി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ 10:10. സേതുനാഥ് പത്മകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആസിഫ് അലി നായകനാവുന്ന സിനിമ. ഓക്കെ, ആഭ്യന്തര കുറ്റവാളിയാണോ നോക്കാം. അതെ, ഓക്കെ. മോഷൻ പോസ്റ്ററുമാണ്, പിന്നെ ഫസ്റ്റ് ലുക്കും രണ്ടും കൂടിയാണ്. ഇഡ്ലി കടായി സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് വേറെ രീതിയിൽ പറയാം, അതായത് അരുൺ വിജയിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നും പറയാം. ഓക്കെ, അതെ, പോസ്റ്റർ ഏപ്രിൽ 10. ഏപ്രിൽ. ഏത് മാസം? അത് ഏത് മാസം? ഏപ്രിൽ. ശരിക്ക് ഗുഡ് ബാഡ് അഗ്ലിന്റെ കൂടെ അല്ലേ വരേണ്ടതാണ്. വരും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 10 ഏപ്രിലേക്കാണല്ലോ. ശരിയാ. അടുത്തത് അല്ലു അർജുൻ 22ാമത്തെ സിനിമ ത്രിവിക്രം. സിനിമയുടെ അനൗൺസ്മെന്റ് മാർച്ച് 30 ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. പൂജ ഹെഗ്ഡെയാണ് നായികയായിട്ട് വരുന്നത്. അനിരുദ്ധാണ് മ്യൂസിക്. അനിരുദ്ധിന്റെ കൂടെ എപ്പോഴെങ്കിലും അല്ലു അർജുൻ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? അതൊരു ഭീകര സാധനം. ഡാൻസ് ഒക്കെ, പിന്നെ അത് ഡാൻസ് കളിക്കാനുള്ള ഒരു സാധനമാണോ അത്? ത്രിവിക്രം മൂവി മറ്റേ, പക്ഷെ അത് കൊണ്ടുവരുന്നതായാലും ഉണ്ടാവായിരിക്കൂലേ? ആ വൈബുള്ള പരിപാടി ഉണ്ടാവും. അതുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് പുഷ്പയൊക്കെ ബാക്കി എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അല്ലു അർജുൻ്റെ ആ ഒരു സ്വാഗം സ്റ്റൈലുണ്ടല്ലോ, സ്റ്റൈലിഷ് ആക്ടർ എന്നാണ് ആളുടെ പേര് തന്നെ. ആ ഒരു സ്റ്റൈല് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമമുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചു കിട്ടുമായിരിക്കും. കിട്ടുമോ?
കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടത്തില്ല. കാർത്തികേയ അല്ലേ? എന്നാലും സാരല്ല, പിടിക്കാം. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതെ, ഏത് രീതിയിലാണെന്നുള്ളത്. അതെ. ഓക്കെ, അടുത്ത കിഴി വിടാമുയർച്ചി സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 6-ാം തീയതിയാണ് കേട്ടോ. മകിഴി തിരുമേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സംഭവം 15 കോടി ആയിട്ടുണ്ട് പ്രീ സെയിൽ ഇതുവരെ. കേരളത്തിൽ വളരെ ശോകമാണ്. ചിലയിടങ്ങളിൽ വളരെ വിചിത്രമായ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു. അതായത് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഏതായാലേ ഫാൻസ്. അടുത്തത് SSMB 29 സിനിമയുടെ ടൈറ്റില് മഹാരാജ എന്നായിരിക്കും എന്നാണ് ശക്തമായ റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മുടെ ചെറുക്കനോട് ചോദിച്ചിട്ട് വേണം കേട്ടോ. അത് മഹാരാജനോട്, വിജയ് സേതുപതിയോട് ചോദിക്കുകയും അതൊരു 1.5 മഹാരാജ ആയിരുന്നു. ഓക്കെ, അടുത്ത കിഴി ആകാശംലോ ഒക്കത്താര സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരി 7-ാം തീയതി ഷൂട്ട് തുടങ്ങും. പൂജ നടന്നിട്ടുണ്ട്. സ്റ്റിൽസ്. ഓക്കെടാ. അടുത്തത് ദുൽഖർ മിക്സ് ചെയ്ത് സിനിമ ചെയ്യാൻ പോകാൻ വീണ്ടും വരട്ടെ അങ്ങോട്ട്. അല്ലെങ്കിൽ ആളുടെ രീതി വെച്ചിട്ട് ഒരൊറ്റ സിനിമ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സിനിമ, അങ്ങനെയായിരുന്നു. ഇത് എല്ലാം കൂടി മിക്സഡാ. അടുത്തത് എമ്പുരാൻ സിനിമയുടെ ഫൈനൽ കട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫെബ്രുവരി ഒന്ന് പെട്ടെന്ന് തീർന്നാ മതിയായിരുന്നു. ഒന്ന് ഓടിപ്പോന്ന് ആരെ പറഞ്ഞ പോലെ ജനുവരിന്റെ കാര്യം എല്ലാരും പറഞ്ഞില്ലേ? അത് വേറെ സത്യം. ഇനി അതല്ലാതെ പറയാ, ജനുവരിന്റെ കാര്യം പല സ്ഥലങ്ങളിലും അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റീൽസ് ഒക്കെ മിന്നൽ മുരളിയിലും മറ്റേ ഓട്ടോയിൽ ഇങ്ങനെ പേപ്പർ ഒരു പോകുമല്ലോ. 1-ാം തീയതി തുടങ്ങി 31-ാം തീയതി അറിഞ്ഞിട്ട് പോലും സംഭവം തീർന്നു. അത് ശരി കേട്ടോ. അതേപോലെ ഒന്ന് ഇതങ്ങ് തീർന്നിട്ടായിരുന്നെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി വളരെ പെട്ടെന്ന് തീരട്ടെ. ഓക്കെ, അടുത്ത കിഴി. എന്തായാലും ഭയങ്കര വിഷമം. നമ്മുടെ ആയുസും കൂടി തീരാണല്ലോ. ഓക്കെ, ഷെരീഫ് മുഹമ്മദ് ആന്റണി പെപ്പെ മൂവി. മാർക്കോയ്ക്ക് ശേഷം അടുത്തത് ഷെരീഫ് മുഹമ്മദിൻ്റെ സിനിമ. നമ്മുടെ ആന്റണി പെപ്പെ ആയിരിക്കും നായകൻ. അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ആന്റണി പെപ്പെ ലേറ്റസ്റ്റ് ആയിട്ട് ദ ക്യൂ എന്ന ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം അതും ഇടി തന്നെ. അപ്പം അതിൽ നിന്നാണോ ഇനി മാർക്കോ 2 ഉണ്ടാകാൻ പോണതാവോ? ഓ മൈ ഗോഡ്, പറയാൻ പറ്റൂലേ. സാധനം കൊള്ളാം. 2 ക്യാരക്ടേഴ്സ്. പക്ഷേ സംവിധായകൻ അതാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അതും പറയാൻ പറ്റൂല. ആ സംവിധായകനാണെങ്കിൽ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. അതൊരു സത്യം കേട്ടോ. അതും പറയാൻ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അടുത്തത് VD 12. വേറെ കാര്യമുണ്ട്. ആന്റണി പെപ്പെ കൂടെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഫ്രണ്ടാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആണോ? അതാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, നോക്കാം. അപ്പൊ പുതിയ ആൾ തന്നെ ആയിരിക്കും, വേറെ ആളായിരിക്കും. എന്താണെങ്കിലും VD 12 ഒരു 2 ടൈറ്റിലും കൂടി പരിഗണനയിലുണ്ടെന്നാണ് കേട്ടത്. ഓൾറെഡി ആദ്യമുള്ളത് സാമ്രാജ്യം. ഇപ്പൊ ഉള്ളതും അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കിങ്ഡം. പിന്നെ എന്താണ് ഇംപീരിയം. നോക്കാം ഏതാ കൺഫേം ചെയ്യുന്നുള്ളത്. നോക്കാം. 3 ഏത് വരും എന്നുള്ളത് അല്ലേ? ഓക്കെ. ജനനായകൻ. ഓക്കെ, ജനനായകൻ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് നമ്മുടെ ഫാർസ് ഫിലിം സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. അടുത്തത് വിജയുടെ ഒരു കിഴിയെ കിട്ടുമ്പോൾ കിട്ടുന്ന ആഘോഷം അല്ലെങ്കിൽ ത്രില്ല് എന്തായിരുന്നു? ജനനായകനോട് ഒരു ത്രില്ലും തോന്നുന്നില്ല. അടുത്തത് വൃഷഭ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബ്രോ. ഓക്കെടാ, ഒക്ടോബർ 16-നാണ് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ലാലട്ടാ തകർക്കണേ. പിന്നെ അടുത്ത കിഴി കാന്ത. ദുൽഖർ സൽമാൻ നായകനാവുന്ന നെക്സ്റ്റ് മൂവിയാണ് കാന്ത സിനിമയുടെ എന്തോ ഒരു സാധനം 5-4 വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മേ ബി ഫസ്റ്റ് ലുക്ക് ആയിരിക്കാം. കാരണം അതിന്റെ ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടിട്ട് ഫസ്റ്റ് ലുക്ക് അങ്ങനെ തോന്നുന്നു, വെളിച്ചത്തോട്ട് കൊണ്ടുവരുവാണ്. അതെ, അതാണെങ്കിലും അത് 2 ക്യാരക്ടർ ഉണ്ടോ? ഇല്ലല്ലോ, ഡബിൾ ആണോ? അല്ല, കാലഘട്ടം പഴയതാണ്, പഴയ കാലഘട്ടമാണ്. പക്ഷെ 2 പേർക്ക് പ്രധാന വേഷമുണ്ട്. ഒന്ന് ദുൽഖറിനും പിന്നെ ഒന്ന് റാണ ദഗുപതിക്കും. അതാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം. എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനിയും കുറെ അപ്ഡേറ്റ്സ് ഉണ്ട്, നാളെ വരാം.